കോട്ടൺ ക്ലോത്ത് നാപ്പി ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 24 ഇഞ്ചസ് ഉള്ള ഒരു സൈഡെല്ലാം മടക്കി അടിച്ച് സ്ക്വയർ ഷേപ്പിലുള്ളൊരു ക്ലോത്ത് എടുക്കാം. ഇനി അതിനെ ഇതുപോലെ രണ്ടായി മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കാം. ഇപ്പോൾ ഇതൊരു 4 ലെയർ ഓഫ് ക്ലോത്ത് ആയിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് ലെയർ ഓഫ് ക്ലോത്തിനെ എടുത്ത് ചരിച്ചൊന്ന് വെച്ച് കൊടുക്കാം, ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെ കോൺ ഷേപ്പിലോ. ഇനി ഈ ക്ലോത്തിനെ എടുത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിലൊരു സ്ക്വയർ ഷേപ്പ് ഉണ്ട്. ആ ഒരു സ്ക്വയർ ഷേപ്പിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ സെൻറ്ററിലെ ക്ലോത്തിന് കുറച്ച് കട്ടിയുള്ളൊരു തുണിയായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ബേബീസിനെ കിടത്താൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ ബേബീസിനെ കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം ഇത് അവരുടെ ലെഗിനിടയിലൂടെ ഇങ്ങനെ വെക്കാം. 2 ലെഗ്സും ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കിടക്കണം. അതിനുശേഷം സൈഡ് എടുത്ത് ജസ്റ്റ് കെട്ടി കൊടുക്കാം. ഒരു കെട്ട് കെട്ടിയതിന് ശേഷം ആ മുകളിലോട്ടിരിക്കുന്ന തുണിയും കൂടി പിടിച്ച് ഒരു കെട്ട് കൂടി കെട്ടാം. ഇപ്പോൾ ആ സെൻറ്ററിലുള്ള തുണി സേഫായിട്ട് അഴിഞ്ഞു പോരാതെ അവിടെ ഇരുന്നോളും. അപ്പോൾ ലെഗ്സൊക്കെ ഈ ഒരു സൈഡിലൂടെ കിടക്കും. സെൻറ്ററിൽ കട്ടിയുള്ള തുണി ഉള്ളതുകൊണ്ട് യൂറിനൊന്നും പെട്ടെന്ന് ബെഡിലാവത്തില്ല. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പം തുണി കുറച്ച് ചെറുതാണ്, 18 16 അല്ലെങ്കിൽ അതിൽ കുറവായിട്ടുള്ള ഇഞ്ചസിലുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മറ്റു രീതിയിൽ മടക്കുമ്പം ലെങ്ത് കിട്ടത്തില്ല. അപ്പോൾ ഇത് ജസ്റ്റ് കോണോട് കോണ് മടക്കിയതിന് ശേഷം ജസ്റ്റ് കുട്ടി ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു കോൺ എടുത്ത് അവരുടെ ലെഗിനിടയിലൂടെ വെച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കാം. ജസ്റ്റ് മറ്റേതിൽ പാഡ് പോലെ നടുക്കൊരു തുണി ഉണ്ടായിരുന്നു, ഇതിനതില്ലാന്നേ ഉള്ളൂ. എങ്കിലും ഇങ്ങനെ ഈ നാപ്പി കെട്ടി കൊടുക്കാം സിമ്പിളായിട്ട്. അതുപോലെ ആ മേളിലോട്ടിരുന്ന തുണി പിടിച്ച് ഒന്നുകൂടെ കെട്ടി കൊടുത്തു കഴിഞ്ഞപ്പം സേഫായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇതൊരു മെത്തേഡ്, തുണിക്ക് ലെങ്ത് കുറവാണെങ്കിൽ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം കണ്ട കണക്ക് വലിയ പീസ് തുണി 24 അതിൽ കൂടുതലോ ഇഞ്ചസ് ഉള്ള തുണിയാണെങ്കിൽ ഇപ്പോൾ കെട്ടിയ രീതിയിൽ സിമ്പിളായിട്ട് കെട്ടാൻ കോണോട് കോണ് മടക്കിയതിന് ശേഷം ഒന്നും കൂടി കോണോട് കോണ് മടക്കാം. അപ്പോൾ ഈ തുണി ജസ്റ്റ് കുറച്ചുകൂടി ചെറുതായി കിട്ടും ബേബിയുടെ സൈസിനനുസരിച്ച്. എന്നിട്ട് ബേബീനെ വെച്ച് ഇപ്പോൾ കെട്ടിയതുപോലെ തന്നെ കെട്ടാം. ഇതിപ്പം 4 ലെയർ ഓഫ് ക്ലോത്ത് നമുക്കുണ്ട്, അത്യാവശ്യം കട്ടി കിട്ടും. ഇനി ബേബീനെ വെച്ച് ഇപ്പോൾ കെട്ടിയതുപോലെ സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കാം. അതുപോലെ ആ മേളിലോട്ടിരിക്കുന്ന തുണിയും പിടിച്ച് ഒന്നുകൂടി കെട്ടിക്കൊടുക്കും. ഇത് സിമ്പിൾ വേ ആണ്, പക്ഷേ ആദ്യത്തേതാണ് കുറച്ചുകൂടെ ബെറ്റർ. കട്ടി കുറച്ചുകൂടെ കൂടുതലും കിട്ടും. ആദ്യത്തെ വേ ആണ് ബെറ്റർ, എങ്കിലും ഇങ്ങനെ സിമ്പിളായിട്ട് കെട്ടിക്കൊടുക്കും. അപ്പം എന്താ ലെഗ്സൊക്കെ ഇതിലൂടെ കിടന്നോളും. ആവശ്യത്തിന് കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. ഇത് നാപ്പി കെട്ടാനുള്ള 3 മെത്തേഡ്സാണ്. ഇതിൽ കൂടുതൽ വേയിൽ കെട്ടുന്നവരും ഉണ്ട്.